എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുളകിട്ട മീൻകറിയാണ്. സാധാരണ ഞങ്ങൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് മീൻകറി സാധാരണ വയ്ക്കുന്നത്. ഇങ്ങനത്തെ മീൻകറി നമുക്ക് സാധാരണ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടാറ്. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുളകിട്ട മീൻകറിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു 900 ഗ്രാം നല്ല ദശയുള്ള ഇത് വറ്റയാണ്. മീൻ കഷ്ണങ്ങളാക്കി മുറിച്ചത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് അല്പം ചെറിയ ഉള്ളിയാണ്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ അല്പം പച്ചമുളക്, വേപ്പില. പിന്നെ അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിന് ഞാനൊരു 4-5 കുടംപുളി എടുത്ത് തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ കാശ്മീരി മുളക് പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. എരിവുള്ള മുളക് പൊടി അധികം ഇടുന്നില്ല, ഞാൻ ഈ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ അല്പം പച്ചമുളക് എടുത്തുള്ള കാരണം കൊണ്ട് വേറെ കൂടുതൽ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു മസാല അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. ഞാനതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയിലേക്ക് ഞാൻ എടുത്തു വെച്ച കുടംപുളിയിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്നൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാണ് മുളകിട്ട മീൻകറി. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. ഈ കറി നമുക്ക് കുറച്ച് ദിവസം കേടാവാതെ നമ്മൾക്ക് എടുത്ത് വയ്ക്കാനും ഉപയോഗിക്കാനും സാധിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, ഞാൻ സാധാരണ ഇതിലേക്ക് മീനൊന്നും ഞങ്ങളുടെ നാട്ടിൽ കടുക് പൊട്ടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക്. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ച വേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ച ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അധികം ദിവസം വയ്ക്കാൻ വിചാരിക്കുന്നില്ല, നമ്മളത് ഉപയോഗിച്ച് തീർക്കണം അറിഞ്ഞുകൊണ്ട് നമ്മൾ അല്പം ചുവന്നുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഞാനിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ കറക്റ്റ് അളവുകൾ അതിന് കിട്ടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ച, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മുളകിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളപ്പിക്കാം. നമുക്ക് വെള്ളം കുറഞ്ഞ് നമുക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഈ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ മുഴുവൻ പുളിവെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ 2-3 മിനിറ്റ് നേരം മൂടി വെച്ച മീൻകറി എന്തായിരുന്നു നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റും കൂടി നേരം ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം എല്ലാം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനമാണ് നമ്മൾ ഒരു നുള്ള് കായംപൊടി ഇട്ട് കൊടുക്കുന്നത്. കായംപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ ഉടയാണ്ടായിരിക്കണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ രുചികരമായ മീൻകറി ഇവിടെ റെഡി.
തിന്നോ